ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്. ഇവിടെയാണ് പ്രസിദ്ധമായ ഉഹുദ് യുദ്ധം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട പുണ്യഭൂമിയാണ്. ഇവിടുത്തെ ചെറിയൊരു ചരിത്രം ഒന്ന് കേട്ടു നോക്കാം. ചരിത്രം പറയുന്ന കൂട്ടത്തിൽ രണ്ട് സ്വഹാബത്ത് ദുആ ചെയ്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സഅദ് ബിൻ അബി വഖാസ് തങ്ങളും അബ്ദുല്ലാഹ് ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ എപ്പോൾ ദുആ ചെയ്താലും ഉത്തരം കിട്ടുന്ന സഹാബി. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ അബ്ദുല്ലാഹ് ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞാൻ ആമീൻ പറയാമെന്നു. ആദ്യം സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഉഹദിലേക്ക് നീ ശക്തനായ ഒരു ശത്രുവിനെ തരികയും ആ ശത്രുവുമായി ഞാൻ ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടലിൽ എനിക്ക് ആ ശത്രുവിനെ വധിക്കാനും കഴിയണേ എന്ന് ദുആ ചെയ്തു. ആമീൻ പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹ് ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ ഉഹദിൽ എനിക്കും നീ ശക്തനായ ഒരു ശത്രുവിനെ തരണം, ആ ശത്രുവുമായി ഞാൻ ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടലിൽ ഞാൻ ഷഹീദാവുകയും ഞാൻ ഷഹീദാകുന്ന സമയത്ത് എന്റെ ഓരോ അവയവങ്ങളും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ ഞാൻ ഷഹീദാകണേ എന്ന് ദുആ ചെയ്തു. ആമീൻ പറഞ്ഞതിന് ശേഷം സഅദ് ബിൻ അബി വഖാസ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? കാരണം ഒട്ടുമിക്ക സ്വഹാബത്തും ദുആ ചെയ്യുന്നത് ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയണം, ശത്രുവിനെ വകവരുത്താൻ കഴിയണേന്ന്. സഅദ് അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് പറഞ്ഞു, എന്റെ റസൂലുള്ളാഹിനെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവർ എന്റെ ഓരോ അവയവങ്ങളും വിച്ഛേദിക്കപ്പെട്ടെ വെട്ടിക്കോട്ടെ. അങ്ങനെ എന്റെ ഓരോ അവയവങ്ങളും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ ഞാൻ ഷഹീദായി നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ എനിക്ക് എന്റെ റബ്ബിനോട് സാക്ഷി പറയണം, അല്ലാഹുവേ ഞാൻ ഷഹീദായതും എന്റെ അവയവങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടതും ദീനിനെ സംരക്ഷിക്കാനും റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനും വേണ്ടിയാണെന്ന് എനിക്ക് എന്റെ റബ്ബിനോട് സാക്ഷി പറയണം. സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞു, ഞാൻ യുദ്ധക്കളത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ എങ്ങനെ ഷഹീദാകാനാണോ അബ്ദുല്ലാഹ് ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, അതേപോലെ ഷഹീദായി കിടക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് ഉഹദ് മല. ഏകദേശം 7-7.5 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയും 1.5 കിലോമീറ്റർ ഹൈറ്റുമുള്ള മലയാണ് ഉഹദ് മല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദ് മലയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉഹദ് മല എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉഹദിനെ ഇഷ്ടം വെക്കണം. കാരണം ഉഹദ് സ്വർഗത്തിൽപ്പെട്ട മലയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും ഉദാഹരണം പറയുമ്പോൾ ഉപമയായിട്ട് നമ്മൾ കടലോളം ആകാശത്തോളം ഒക്കെ നമ്മൾ വർണ്ണിക്കാറില്ലേ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചത് ഉഹദ് മലയെ ഇങ്ങനെ വർണ്ണിക്കുമായിരുന്നു. മദീനയിലെ പ്രധാനപ്പെട്ട തോടുകളിൽ ഒരു തോടാണ് ഈ ഇടതുവശത്തൂടെ പോകുന്ന തോട്. വാദി കലാത്ത്, വാദി അഖീഖ്, വാദി റന്നൂന, വാദി ബുദ്ധാൻ, 4 തോടുണ്ട് മദീനയിൽ. അതിൽ വാദി കലാത്താണ്. നിങ്ങളില്ല രാവിലെ വന്നിട്ടില്ലേ യുദ്ധം നടന്ന സ്ഥലം? മല കയറിയുള്ള ആളുകൾ കയറിയിരിക്കുന്ന മല കണ്ട, അതാണ് ജബൽ റുമാത്ത്, അമ്പെയ്ത്തുകാരൻ മല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50ഓളം പേരുന്ന അമ്പെയ്ത്തിൽ വിദഗ്ധരായ സ്വഹാബത്തിനെ നിർത്തിയിട്ട് പറഞ്ഞേ, നിങ്ങൾ ഇറങ്ങി വരരുത് എന്നല്ലേ. റസൂലുള്ളാഹിന്റെ നിർദ്ദേശം കിട്ടുന്നതിന് മുന്നേ 38ഓളം സ്വഹാബത്ത് ഇറങ്ങി വന്നു. ബാക്കി 12 പേരുണ്ടായിരുന്നു. ആ 12 പേരാണ് ഉഹദിൽ ആദ്യം ഷഹീദാകുന്നത്. അന്ന് രാവിലെ പോയപ്പോ ഹംസത്തുൽ ഖറാർ നിങ്ങളെ കബറില്ലേ, 2 കബറിനുള്ളിൽ ആ വീടിനുള്ളിൽ ഹംസത്തുള്ളാഹിന്റെ കബറും മിസ്അബിന് മേൽ നമ്മളെ കബറാ. മിസ്അബിന് മേൽ റസൂലുള്ളാഹിയായിട്ട് മുഖയാദൃശ്യമുള്ള സഹാബിയ. മിസ്അബിന് മേൽ തങ്ങൾ ഷഹീദായ സമയത്താണ് ശത്രുക്കൾ വിളിച്ചു പറഞ്ഞത്, മുഹമ്മദ, ഞങ്ങൾ മുഹമ്മദിനെ വധിച്ചു. കാരണം എന്താ? റസൂലുള്ളാഹിയായിട്ട് മുഖയാദൃശ്യമുള്ള സഹാബിയ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് മിസ്അബിന് മേലായിരുന്നു. ആ സമയത്ത് സഹാബത്തൊക്കെ ഭയപ്പെട്ടു, ഭിന്നമായി ഓടാൻ തുടങ്ങി. ശത്രുക്കളൊക്കെ സന്തോഷിച്ചു. റസൂലുള്ളാഹി ശത്രുക്കളെ കുറിച്ച് കുടിയിട്ടുകൊണ്ടിരുന്നു. ആ കുടിയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് എടുത്തു കൊടുക്കുന്നത് ഈ മലന്റെ താഴ്വരയിലേക്കാണ്. അതുകൊണ്ട് പോയി ഇരുത്തിയൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഉഹദ് മലയിലൂടെയാണ്. ഉഹദ് മലന്റെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ കയറിയ സമയത്താണ് മല ഇങ്ങനെ കിട്ടുകിട്ടാ വിറച്ചത്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളോട് മലനോട് പറഞ്ഞു, മലയെ ഇങ്ങനെ നിന്റെ മേലെ കയറിയത് ഞാനാണ്, ഞാൻ നബിയാണ്, എന്റെ കൂടെ അബൂബക്കറും 2 ശുഹദാക്കളുമുണ്ട്.